ചരിത്രപരവും സാമൂഹികവുമായ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഭാരതമാത എന്ന പ്രതീകം ഇന്ത്യയിൽ ദേശീയതയുടെ പ്രതിനിധാനമായി ഉപയോഗിക്കപ്പെടുന്നു. എന്നാൽ കാവ്യപതാകയും ഭാരതമാതാ ചിത്രവും ചില രാഷ്ട്രീയ മതപരമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതായതിനാൽ സർവകലാശാലകളിൽ ഇത്തരം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നത് മത രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഇടയാക്കാറുണ്ട്. കേരള സർവകലാശാലയിലെ ഭാരതാംബ വിഷയത്തെക്കുറിച്ചൊന്ന് കണ്ണോടിക്കുമ്പോൾ സർവകലാശാല സെനറ്റ് ഹാളിൽ 2025 ജൂൺ 25 ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ ഭാരതാംബ ചിത്രവും കാവ്യപതാകയും പ്രദർശിപ്പിച്ചതിനെ ചുറ്റിപ്പറ്റിയാണ് വിവാദത്തിന് തിരികൊളുത്തിയതെന്ന് കാണാം. ഇന്ത്യയിലെ സർവകലാശാലകൾ മതേതരത്വം കാത്തുസൂക്ഷിക്കേണ്ടതാണെന്ന നിലപാടാണ് പൊതുവെ സ്വീകരിക്കുന്നത്. മതചിഹ്നങ്ങൾ, ദേശീയ ചിഹ്നങ്ങൾ എന്നിവയുടെ ഉപയോഗം പലപ്പോഴും വിദ്യാർത്ഥി സംഘടനകൾക്കും ഭരണാധികാരികൾക്കുമിടയിൽ തർക്കങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഭാരതമാതാ ചിത്രം ഉൾപ്പെടെയുള്ള മത രാഷ്ട്രീയ ചിഹ്നങ്ങളുടെ പ്രദർശനം സർവകലാശാലയുടെ ഭരണഘടന, നിയമങ്ങൾ, മതേതരത്വം, രാഷ്ട്രീയ ഇടപെടൽ എന്നിവയെ ചുറ്റിപ്പറ്റിയുള്ള വലിയ സംവാദത്തിന് ഇടയായത്. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതേതരത്വം ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ മതസൗഹാർദ്ദം, മതേതരത്വം എന്നിവയ്ക്ക് വലിയ പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് ഈ വിഷയത്തിന് കൂടുതൽ പ്രസക്തി ലഭിച്ചത്. സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ മതചിഹ്നങ്ങൾ അനുവദിക്കില്ലെന്ന സർവകലാശാല നിയമം ഉദ്ധരിച്ച് പരിപാടിക്ക് അനുമതി നിഷേധിച്ചു. ഇത് മറികടന്ന് ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ RSSന്റെ കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രം പ്രദർശിപ്പിച്ചതിനെ തുടർന്ന് ഗവർണർക്കെതിരെ പ്രതിഷേധവും സർവകലാശാലയെ സാഫ്രണൈസ് ചെയ്യാനുള്ള ശ്രമമാണെന്ന ആരോപണവും ഉയർന്നു. പരിപാടി തടസ്സപ്പെടുത്താനും ഗവർണറെ അപമാനിക്കാനുമാണ് രജിസ്ട്രാർ ശ്രമിച്ചതെന്ന് ആരോപിച്ച് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതും വിവാദം ശക്തമാകാൻ കാരണമായി. എന്നാൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം സിൻഡിക്കേറ്റിനാണ്, അല്ലാതെ വൈസ് ചാൻസലറിനല്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ, സർവകലാശാല സിൻഡിക്കേറ്റ് എന്നിവർ സസ്പെൻഷൻ നിയമവിരുദ്ധമാണെന്ന് ആരോപിച്ചു. പിന്നീട് സർവകലാശാല സിൻഡിക്കേറ്റ് രജിസ്ട്രാറിന്റെ സസ്പെൻഷൻ പിൻവലിച്ച് അദ്ദേഹത്തെ തിരിച്ചെടുത്തു. എന്നാൽ ആക്ടിംഗ് വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ് ഇത് നിയമവിരുദ്ധമാണെന്നും അജണ്ടയിലില്ലാത്ത വിഷയമാണെന്നും അഭിപ്രായപ്പെട്ട് ഹൈക്കോടതി വിധിയെ മാനിക്കാതെ രജിസ്ട്രാർക്ക് യൂണിവേഴ്സിറ്റി ഓഫീസിൽ പ്രവേശിക്കുന്നതിന് അവർ വിലക്കേർപ്പെടുത്തി. ഗവർണർ, സംസ്ഥാന സർക്കാർ, വൈസ് ചാൻസലർ, സിൻഡിക്കേറ്റ് എന്നിവർക്കിടയിൽ ഭരണതർക്കം ശക്തമായി. എന്നാൽ സർവകലാശാലകളെ സർവകലാശാലകളാക്കാൻ തുടക്കമിട്ടത് ഗവർണർ തന്നെയാണ് എന്നതാണ് വസ്തുത. ഇപ്പോൾ കാര്യങ്ങളെ വഴിതിരിച്ചുവിടുവാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതായത് RSSന്റെ കാവിപ്പതാക പിടിച്ചിരിക്കുന്ന ഭാരതമാതാവിനെ പ്രതിഷ്ഠിച്ച് ഭാരതമാതയ്ക്കെതിരെയുള്ള സമരമായി അതിനെ ചിത്രീകരിക്കുകയാണ്. പല ചാനൽ ചർച്ചകളും മനഃപൂർവ്വമായി കാവിക്കൊടിയെക്കുറിച്ച് പരാമർശിക്കുന്നു പോലുമില്ല. എന്തുകൊണ്ട് ഗവർണർ ഭാരതത്തിന്റെ ദേശീയ പതാകയായ ത്രിവർണ്ണ പതാകയുള്ള ഭാരതമാതാ ചിത്രം പ്രദർശിപ്പിക്കാൻ തയ്യാറാവുന്നില്ല എന്നത് തന്നെ ഇത് RSS അജണ്ട ആണെന്ന് വ്യക്തമാകുകയാണ്. തന്റെ പദവിയെ ദുരുപയോഗം ചെയ്ത് രാജ്ഭവനെ രാഷ്ട്രീയവൽക്കരിക്കാനും മണിപ്പൂരിൽ ചെയ്തതുപോലെ BJP ഇതര സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ പ്രതിസന്ധികൾ സൃഷ്ടിച്ച് കലാപങ്ങൾ ഉണ്ടാക്കുകയെന്ന RSS ലക്ഷ്യം ഇവിടെ നടപ്പിലാക്കാനുമാണ് ഗവർണർ മനഃപൂർവ്വം ശ്രമിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നു. ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ TMC ഭരിക്കുന്ന വെസ്റ്റ് ബംഗാൾ ഗവർണറും ഭാരതാംബയുടെ ചിത്രം എല്ലാ ഔദ്യോഗിക പരിപാടികളും ഉൾക്കൊള്ളിക്കാൻ ഉത്തരവിട്ടു. ഗവൺമെന്റ് ഔദ്യോഗിക വസതിയായ രാജ്ഭവനെ രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസാക്കി മാറ്റുന്നത് ജനാധിപത്യത്തിന് ഒരു വൻ ഭീഷണി തന്നെയാണ്. വിദ്യാഭ്യാസ നിലവാരത്തിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ താറുമാറാക്കാനുള്ള RSS തന്ത്രമാണോ ഇതെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു.